പേട്രിയോട്ട് എന്ന സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് മമ്മൂട്ടിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എന്നാൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് പലരുടെയും ചോദ്യമായിരുന്നു. അതിനൊരു ഉത്തരം കിട്ടിയില്ല. പലയിടത്തും പല ന്യൂസുകൾ വന്നിരുന്നു. മമ്മൂക്കയ്ക്ക് ചെറിയ രീതിയിൽ എന്തോ ഒരു അസുഖം വന്നു എന്ന രീതിയിലൊക്കെയാണ് പലരും ഉത്തരം നൽകിയത്. ഫാൻസുകാരൊക്കെ അത് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്നാൽ സംഭവം ശരിക്കും സീരിയസ് ആയി മനസ്സിലാക്കാൻ തുടങ്ങിയത് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ അമ്പലങ്ങളിൽ നേർച്ചകളും കാഴ്ചകളും മറ്റു വഴിപാടുകളും ഒക്കെ ചെയ്തപ്പോഴാണ്. അപ്പോഴാണ് വലിയ രീതിയിൽ ആ കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകരിലേക്കും എത്തിയത്. മമ്മൂക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് ആ ആശങ്കകൾക്കൊക്കെ വിട പറയുകയാണ്. ഇച്ചാക്കയ്ക്ക് ലാലുവിന്റെ സ്നേഹമുത്തം നൽകിക്കൊണ്ടുള്ള പോസ്റ്റും എത്തി. അതിനു മുമ്പേ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. മമ്മൂക്കയുടെ ആരോഗ്യനില തൃപ്തികരമായ വാർത്തയിൽ പ്രതികരണവുമായി മോഹൻലാൽ എത്തിയത് ഇങ്ങനെയായിരുന്നു. ഫേസ്ബുക്കിൽ മമ്മൂട്ടിക്ക് ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് നടൻ പങ്കുവച്ചത്. മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു മോഹൻലാലിന്റേത്. നിരവധി പേരാണ് മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒരുപാട് നന്ദിയെന്നാണ് മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ എസ് ജോർജ് കുറിച്ചത്. തൊട്ടു പിന്നാലെ മാലാ പാർവതിയും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. ഇവിടെയെല്ലാം പോസ്റ്റുകൾക്ക് താഴെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ആരാധകരും എത്തുകയാണ്. മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതിനുശേഷം മോഹൻലാൽ കുറച്ച് മമ്മൂക്ക ഇല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ഇവരെല്ലാവരും, നമ്മളടക്കം. വൈകാതെ തന്നെ മമ്മൂട്ടി ഷൂട്ടിംഗിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതപ്പെടുന്നത്. ഇപ്പോൾ വന്ന ഈ വാർത്തയിൽ ആരാധകർ ഏറെ സന്തോഷത്തിലാണ്. മമ്മൂട്ടിയെക്കുറിച്ച് നടനും സഹോദരനുമായ ഇബ്രാഹിം കുട്ടിയും ചില വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ അതും മലയാളികൾ ഏറ്റെടുത്തു. കാറും കോളും ഭീതിയിലാക്കിയ ഒരു വലിയ കടൽ താണ്ടിയതിന്റെ ആശ്വാസം, ഉള്ളിലടക്കിയ ആശങ്കകളെല്ലാം അസ്തമിച്ചു. ഇനി മടങ്ങിവരവാണ്. കുറെ നാളുകളായി കാണുന്ന ഇടങ്ങളിലെല്ലാം ഓരോ മനുഷ്യരുടെയും അന്വേഷണം ഇച്ചാക്കയെക്കുറിച്ച് മാത്രമായിരുന്നു. സീരിയൽ ചിത്രീകരണത്തിനായുള്ള യാത്രകളിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റേഷനുകളിലും വഴികളിലും ചിത്രീകരണ സ്ഥലങ്ങളിലും എവിടെ പോയാലും ആളുകൾ വന്ന് ചോദിക്കും സ്നേഹത്തോടെ, മമ്മൂക്ക ഓക്കെയല്ലേ എന്ന്. അതേ എന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴം തെളിയിക്കുന്നതാണ്. ലോകം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ? അതെ, ഞാൻ കണ്ട ലോകമെല്ലാം പ്രാർത്ഥനയിലായിരുന്നു. ഇച്ചാക്കയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു. അത്ര കാര്യമായ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു വിങ്ങൽ ബാക്കി നിന്നിരുന്നു. ഓരോ ശ്വാസത്തിലും പ്രാർത്ഥിച്ചിരുന്നു. കോടിക്കോടി മനുഷ്യർക്കൊപ്പം ഇന്നിപ്പോ എല്ലാ പ്രതിസന്ധികളും മറികടന്നിരിക്കുമ്പോൾ ഒരു കടൽ നീന്തിക്കടന്ന ആശ്വാസം. നന്ദി. ഉപാധികളില്ലാതെ ഇച്ചാക്കയോടുള്ള സ്നേഹം കൊണ്ടു നടക്കുന്നവർക്ക്, പ്രാർത്ഥിച്ചവർക്ക്, തിരിച്ചു വരാൻ അദമ്യമായി ആഗ്രഹിച്ചവർക്ക്, പിന്നെ ഓരോ മനുഷ്യനും ദൈവത്തിനും നന്ദി. ഇബ്രാഹിം കുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഓരോ പ്രേക്ഷകരും വലിയ ആവേശത്തോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് അവരുടെ ആ ഒരു കെയർ കാണിക്കുകയാണ്. ഇന്ന് മമ്മൂട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂക്കയുടെ അടുത്ത് നിൽക്കുന്ന ചില ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. മമ്മൂക്കയുടെ ഒപ്പമുള്ള നസീറിനെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് 11:37 മുഹമ്മദ് നസീർ തിരിച്ചു വിളിച്ചു. ചേട്ടാ, മമ്മൂക്കയുടെ എല്ലാ ടെസ്റ്റുകളും ഇന്ന് കഴിഞ്ഞു. മമ്മൂക്ക പൂർണ്ണമായും രോഗവിമുക്തനായി. എൻഡോസ്കോപ്പിയുടെ റിസൾട്ടാണ് അവസാനം കിട്ടിയത്. അതും 100% ഓക്കെ. ഇതിൽ പരം സന്തോഷകരമായ വാർത്ത എന്താണ് ഉള്ളത്? ഇതേക്കുറിച്ച് മുൻപ് മനോരമ ചാനലിൽ നിന്നും വിളിച്ചപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുകയും ചെയ്തു. അങ്ങനെ വാർത്താ മാധ്യമങ്ങൾ വരെ അറിഞ്ഞു. മമ്മൂക്കയുടെ തിരിച്ചുവരവ് എന്ന വലിയ ക്യാപ്ഷനോടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് വരെ കൊടുത്തു കഴിഞ്ഞു. റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ എന്നാണ് ഒരു വ്യക്തി ആ നസീറിനോട് പറഞ്ഞത്. ജയചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതും. എന്നാലും സത്യം പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത്? കുടലിലെ ക്യാൻസർ കൊളിനോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത്. 50 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഫീക്കൽ ഒക്കാൾട്ട് ബ്ലഡ് ടെസ്റ്റിംഗ് ഇതിനായി നടത്തേണ്ടതാണ്. 45ഓടുകൂടി ഇതൊക്കെ നടത്തണം എന്ന കാര്യം പറഞ്ഞു വെക്കുന്നു. ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. മമ്മൂക്ക തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഭക്ഷണക്കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ്. പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ലഘുഭക്ഷണ രീതി. ഇപ്പോൾ ഒരുപക്ഷെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം. എന്നാലും തുടക്കത്തിൽ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്നതായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം എന്നും കേട്ടിരുന്നു. ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം. അവരൊക്കെ 20 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു. മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ സംശയമില്ല എന്ന വാക്കുകൾ മമ്മൂട്ടിയുടെ രോഗാവസ്ഥ പ്രചരണം ഉണ്ടായപ്പോൾ തമ്പി ആന്റണി പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മമ്മൂട്ടി പരിഹരിച്ചു കഴിഞ്ഞു. അദ്ദേഹം അസുഖങ്ങളിൽ നിന്നും മുക്തി നേടി പൂർണ്ണ ആരോഗ്യനായി വീണ്ടും സിനിമകളിലേക്ക് വരികയാണ്.